ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന മാലിന്യങ്ങൾ അതിന്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ വെച്ചു തന്നെ 4 കാറ്റഗറികളിലായി വേർതിരിച്ച് ശേഖരിച്ചതിനു ശേഷം ക്ലോസ്ഡ് കണ്ടെയ്നറുകളിലായി സുരക്ഷിതമായ രീതിയിൽ തന്നെ പ്ലാന്റിലേക്ക് എത്തിക്കുന്നു. ശേഷം 4 കാറ്റഗറികളിലായി ശേഖരിച്ച മാലിന്യങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത്. യെല്ലോ കാറ്റഗറിയിൽ വരുന്ന മാലിന്യങ്ങൾ സുരക്ഷിതമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ഡ്രൈ സ്ക്രബിംഗ് സാങ്കേതികത ഉൾപ്പെടുന്ന ഇൻസിനറേറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഈ സംവിധാനത്തിൽ മാലിന്യങ്ങൾ 850 ഡിഗ്രി സെൽഷ്യസ് താപത്തിൽ ഒരു റിഫ്രാക്ടറി ലൈൻഡ് റോട്ടറി പ്രൈമറി ചേംബറിൽ കത്തിക്കുന്നു. തന്മൂലം രൂപം കൊള്ളുന്ന ഫ്ലൂ വാതകങ്ങൾ രണ്ടാം ചേംബറിലൂടെ കടന്നു പോകുമ്പോൾ അവ 1050 ഡിഗ്രി സെൽഷ്യസ് താപത്തിൽ കത്തിച്ച് സമ്പൂർണ്ണ ദഹനം ഉറപ്പുവരുത്തുന്നു. തന്മൂലം രൂപം കൊള്ളുന്ന വാതകങ്ങൾ സുരക്ഷിതമായ ചിമ്മിനിയിലൂടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നതിനു മുൻപ് ഉഷ്ണസാന്ദ്രത സെറാമിക് ഫിൽട്ടറുകൾ ഉൾപ്പെടുന്ന പ്രത്യേകതരം ഫിൽട്രേഷൻ സിസ്റ്റങ്ങളിലൂടെ കടന്നുപോകുന്നു. പ്രക്രിയയുടെ മുഴുവൻ സമയവും നിയമാനുസൃതമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുറപ്പാക്കുന്നതിനായി ഓൺലൈൻ കണ്ടിന്യൂസ് എമിഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗപ്പെടുത്തി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നു. മാലിന്യ ദഹനത്തെ തുടർന്നുണ്ടാകുന്ന ചാരം സുരക്ഷിതമായി TSDFിലേക്ക് കൈമാറി അന്തിമ സംസ്കരണം ഉറപ്പുവരുത്തുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന റെഡ് കാറ്റഗറിയിൽ വരുന്ന മാലിന്യങ്ങൾ ആദ്യം സ്റ്റീം അടിസ്ഥാനമാക്കിയുള്ള ഹൊറിസോണ്ടൽ ഓട്ടോക്ലേവ് സംവിധാനം ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഈ പ്രക്രിയയിൽ 121 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള ഉയർന്ന മർദ്ദമുള്ള സ്റ്റീം ഉപയോഗിച്ചാണ് അണുനശീകരണം സാധ്യമാക്കുന്നത്. ഇത്തരം പ്രക്രിയകൾ സ്പോർ ടെസ്റ്റിംഗ്, സ്റ്റീം ഇൻഡിക്കേറ്റർ ടേപ്സ് എന്നിവ ഉപയോഗിച്ച് ഉറപ്പാക്കപ്പെടുന്നു. പിന്നീട് ഈ മാലിന്യങ്ങൾ ശ്രമകരമായ തരംതിരിക്കൽ പ്രക്രിയകൾക്കു ശേഷം പുനരുപയോഗ സാധ്യത ഇല്ലാതാക്കാനായി ഷ്രെഡർ, കട്ടർ, ഗ്രൈൻഡിംഗ് കം വാഷർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്ക്രാപ്പ് ആക്കി മാറ്റുന്നു. കൂടാതെ മെറ്റൽസ്, ഷാർപ്സ് എന്നിവ ഉൾപ്പെടുന്ന വൈറ്റ് കാറ്റഗറി ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇതേ രീതിയിൽ തന്നെ സൂക്ഷ്മമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. ഗ്ലാസ് വയേഴ്സ് ഉൾപ്പെടുന്ന ബ്ലൂ കാറ്റഗറി മാലിന്യങ്ങളാകട്ടെ ബബിൾ വാഷർ സംവിധാനങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. തുടർന്ന് ഇവയെല്ലാം സുരക്ഷിതമായി റീസൈക്കിൾ ചെയ്യുന്നതിനായി കൈമാറ്റം ചെയ്യുന്നു. പ്ലാന്റിലെ ആവശ്യങ്ങളിൽ സാനിറ്റൈസേഷൻ പ്രക്രിയയ്ക്കു മാത്രമാണ് പുറമേ നിന്നുള്ള ജലം ആവശ്യമായി വരുന്നത്. ബാക്കി ആവശ്യങ്ങൾക്കായി മാലിന്യ സംസ്കരണ വേളയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മലിനജലം തന്നെ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സഹായത്തോടെ പുനരുപയോഗിക്കുകയായിരിക്കും ചെയ്യുന്നത്. കൂടാതെ ജലസംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി മഴവെള്ള സംഭരണി നിർമ്മിച്ച് അതിലൂടെ വർഷം മുഴുവൻ ലഭിക്കുന്ന ജലം ശേഖരിച്ച് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. പ്ലാന്റിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലത്തിന് പുറമേ വരുന്ന സ്ഥലത്ത് ഗ്രീൻ ബെൽറ്റ് സംവിധാനം ക്രമീകരിച്ചായിരിക്കും പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ വായു ശുദ്ധീകരണം, ശബ്ദമലിനീകരണ നിയന്ത്രണം, താപനില നിയന്ത്രണം മുതലായവ ഉറപ്പുവരുത്തുന്നു.